ആന്റി യുവർ ഫുഡ് ഈസ് ഓസം. ഒന്നും പറയാനില്ല. ദേവയാമി, ഇത് എത്ര മന്താ? 8 months. ഓ, അപ്പോൾ ഡെലിവറി എടുത്തല്ലോ. സിദ്ധു, ഞാൻ എന്താ ചെയ്യണ്ടേ? യാമി, നിനക്ക് ഞാൻ തന്ന പ്രോമിസ് ഞാൻ മറന്നിട്ടില്ല. ഋഷി വന്നില്ലേ, നിനക്ക് എനിക്ക് എങ്ങനെ തോന്നുന്നു നമ്മളെ കുഞ്ഞിനെ കുറിച്ച് നീ ഓർത്തു? ഋഷി, he was my first love, but you are my husband and my last love. ഇനി ഞാൻ മനസ്സ് വെച്ചാൽ കൂടെ എനിക്ക് പറ്റില്ല നിന്റെ സ്ഥാനത്ത് ഋഷിയെ. എനിക്കൊണ്ട് പറ്റില്ല. I'm sorry. ഞാൻ അകത്തേക്ക് വന്നോട്ടെ? വാ പ്രവേട്ട. ഋഷി, ആമി എല്ലാം പറഞ്ഞു. ഞാൻ എന്തിനാ എല്ലാം ഓർമ്മ വന്നിട്ടും ഇങ്ങനെ അഭിനയിക്കുന്നല്ലേ? എനിക്കെന്റെ ദേവയെ കണ്ടപ്പോ തന്നെ ഒന്ന് ഹഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇത്രനാൾ എവിടെ ആയിരുന്നു എന്ന് പറയണമെന്നുണ്ടായിരുന്നു. ബട്ട് ഞാൻ അവളുടെ കണ്ണിൽ കണ്ടത് ഞാൻ തിരിച്ചു വന്നതിന്റെ സന്തോഷത്തിനേക്കാൾ സിദ്ധുവിനോടുള്ള പ്രണയമാണ്. ഒന്നും എന്റെ ദേവ ഹാപ്പി ആയിരുന്നാ മതി. ഐ നോ സിദ്ധുവിന് അവളെ ഹാപ്പിയാക്കാൻ പറ്റുമെന്ന്. ഒരു വളകാപ്പ് ചടങ്ങ് ആലോചിക്കണ്ടേ? എന്താ സിദ്ധു തന്റെ അഭിപ്രായം? dum dum dumakka dum dum dumakka dum dum dumakka dum 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 dumakka dum dum dumakka dum dum dumakka dum dum dumakka dum 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 yarum yarodi ഓക്കെ മമ്മി, ഫുഡൊക്കെ കഴിക്കണേ. സിദ്ധുവേട്ടനെപ്പോ ഒരു എടുത്തി? സിദ്ധു വരാൻ ലേറ്റ് ആകും. എന്ത് പറ്റിയാമി? എടുത്തി, എനിക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോകണമായിരുന്നു, അർജന്റാണ്. ഓ, നീ പൊക്കോ, ഞാൻ മാനേജ് ചെയ്തോളാം. എടുത്തി, ഞാൻ ഒരു 2 hours എത്താം. ഹലോ, നീ ഫ്രീ ആണോ? ആണെങ്കിൽ വീട്ടിലേക്കൊന്ന് പോകും. ഏട്ടത്തിയോട് ഒറ്റയ്ക്കാ. ഏട്ടൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. ഞാനും ഓക്കെ, ഞാൻ നോക്കിക്കോളാം.
ദേവയാമിയുടെ ഡെലിവറി കഴിഞ്ഞു. പെൺകുട്ടിയാ. ബേബിയുടെ നെയിം എന്താ? വസുകി. വസുകി ദേവ് സിംഗ്. കൊള്ളാലോ, വെറൈറ്റി ആയിട്ടുണ്ടല്ലോ. നമ്മുടെ ഫസ്റ്റ് ബേബിക്ക് എന്ത് നെയിം ഇടും? അത് ബോയ് ആണെങ്കിൽ നമുക്ക് മുകിലെന്ന് പേര്. അപ്പൊ ഗേൾ ആണെങ്കിലോ? വസുകി എന്നിടാം. ഫുൾ പ്ലാൻഡ് ആണല്ലോ മോൻ. ഋഷി, എനിക്കറിയാം, പ്രവീട്ടൻ എന്നോട് പറഞ്ഞു. താങ്ക് യു. എന്തിന് അവളെ എന്നെക്കാട്ടിലും ഹാപ്പി ആയിട്ട് വെക്കാൻ നിനക്ക് കഴിയും. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്ത് റിക്വസ്റ്റ്? നീ യാമിയോട് സംസാരിക്കണം. ആദ്യമായി അല്ല, ഋഷിയായി. പ്ലീസ്. നീ പോയി ഫ്രഷ് ആയിക്കോ. ഞാൻ കുഞ്ഞിനെ കൊണ്ടൊന്ന് പുറത്തു പോയിട്ട് വരാം. ഓക്കെ. ഋഷി, ചെല്ല്, പോയി സംസാരിക്കുക. യാമി, എന്താ ഋഷി? നീ എന്താണ് വിചാരിച്ചത്? എനിക്കൊന്നും മനസ്സിലാവില്ലെന്നോ? നീ എന്നെ ദേവാ എന്ന് വിളിച്ചപ്പോൾ തന്നെ എനിക്കെല്ലാം മനസ്സിലായി. സിദ്ധു, he's a gem. ഇനി എന്നാ നിങ്ങൾ ആമയുടെ കാത്തിരിപ്പിനൊരു അവസാനം? അത് ഞാൻ അടുത്ത് തന്നെ അവസാനിപ്പിക്കും. ആമി, എന്താ ഒറ്റയ്ക്ക് നിൽക്കുന്ന? ഏയ്, ഒന്നുമില്ല. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു നമ്മുടെ മാരേജിനെ കുറിച്ച്. ആമി, ഐ ലവ് യു. യാമിക്ക് യാമിയുടെ അവസാനത്തെ പ്രണയം സിദ്ധു ആയതുപോലെ എന്റെ അവസാനത്തെ പ്രണയം നീ ആയിക്കൂടെ? എന്ത്? യു ഡോണ്ട് ലവ് മീ?
ಜಗಮಗಿಸೋ ಸಖಿ ಸಿಗಮನ ಸುಖಿ ಮಧುರ ಗಾನ ಚದುರೆ ಮೌನ ದಿನವೂ ಅರಳುವವು ಜಗಮಗಿಸೋ ಮಾಂಗಲ್ಯಂ ತಂದು ನಾನೇನ ಮಮ ಜೀವನ ಹೇತುನಾ ಕಂದೇ ಬದ್ನಾಮಿ ಶುಭಗೆ ತ್ವಂ ಜೀವ ಸದಾ ಶರಂ ಮಾಂಗಲ್ಯಂ ತಂದು ನಾನೇನ ಮಮ ಜೀವನ ಹೇತುನಾ ಕಂದೇ ಬದ್ನಾಮಿ ಶುಭಗೆ ത്വം ജീവ സദാ ശരം മിഴിവേകും മലരായി നീ മധുനുകരും മിഴിതളാലൻ വനിയേറെ കുളിരായി നീ തളിരിളകും മലയഴകായി നീ മിഴിവേകും മലരായി നീ മധുനുകരും മിഴിതളാലൻ വനിയേറെ കുളിരായി നീ തളിരിളകും മലയഴകായി നീ ഉള്ളിലീറൻ തെന്നലായൻ മുന്നിൽ വന്നു നിന്നാൽ പെണ്ണേ മാംഗല്യം മാംഗല്യം ഈ മണ്ണിൻ നിറമാറിൽ മാംഗല്യം നിറവാനിൻ മഴവില്ലിൻ മാംഗല്യം മിഴിയാളിൻ കനവാളായി മാംഗല്യം. അങ്ങനെ അവരുടെ മാരേജും കഴിഞ്ഞു. ഓ, ഇനി ഞാനൊക്കെ എപ്പോഴാണ് ഒന്ന് കല്യാണം കഴിക്കുന്നത്? നീ വിഷമിക്കാതെ, നിന്നെ ഞാൻ കെട്ടിക്കോളാം. എന്താണ് നിനക്കൊരു നാണം? ഇത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? ഫസ്റ്റ് നൈറ്റോ? കുഞ്ഞിവിടെ? അമ്മ കൊണ്ടുപോയി. അവള് കരയില്ലേ? നിങ്ങളുടെ മോളല്ലേ, ഇപ്പൊ ഉറങ്ങി ഇനി രാവിലെ നോക്കിയാൽ മതി. സിദ്ധു, അന്ന് നടന്നൊന്നും നിനക്ക് ഓർമ്മയില്ലേ? ഇല്ല. അതുകൊണ്ട് ഒന്ന് റീക്രിയേറ്റ് ചെയ്താലോ? I love you, Yummy. இந்த இன்பம் போது
പ്രണയം ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണ്. ആമിയെയും സിദ്ധുവിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഫസ്റ്റ് ലവിനെ തന്നെ കിട്ടി. എന്നാൽ ഋഷിയും യാമിയെ സംബന്ധിച്ച് അവർക്കത് കിട്ടിയതുമില്ല. പക്ഷേ അതിനേക്കാൾ മനോഹരമായ മറ്റൊന്ന് അവർക്ക് ലഭിച്ചു.